വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്കേറ്റു. കാട്ടിക്കുളത്ത് പുളിമൂട് ഉന്നതിയിലെ രാജുവിന് ഗുരുതര പരിക്കേറ്റിരിക്കുന്നത്. കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. ഗുരുതര പരിക്കേറ്റ രാജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുനെല്ലി വെള്ളാഞ്ചേരി പ്രദേശത്താണ് രാവിലെ മുതൽ കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായി നിലനിൽക്കുന്നത്. ജനവാസ മേഖലയിലാണ്, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണ്. ഇപ്പോൾ പുളിമൂട് എന്ന ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അതിനെ ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും ജനവാസ മേഖലയിലേക്ക് വീണ്ടും ഇറങ്ങുന്ന ഒരു സ്ഥിതിയാണുള്ളത്. സാധാരണ രാത്രി കാലങ്ങളിലായിരുന്നു ആനയുടെ ശല്യം രൂക്ഷമായിരുന്നത്. ഇപ്പം അതിരാവിലെ തൊട്ട് ശല്യം രൂക്ഷമായി വരുന്നൊരു സാഹചര്യം. അതിനുള്ള ഗൗരവത്തിലുള്ള ഇടപെടൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുണ്ടാവണം. ഇത്രയും വലിയൊരു ഇറക്കത്തിൽ നിന്ന് ആന തട്ടിയിട്ട് ആന ഇത്ര ദൂരത്തൊരു ആളെ ചവിട്ടിയിട്ടിട്ടുണ്ട്. അത് നല്ലൊരു പരിക്കായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരു 3-4 കൊല്ലം മുന്നേ പിന്നെ നമ്മൾ കുഞ്ചളം എന്ന് പറഞ്ഞാൽ വെള്ളാഞ്ചേരിയിൽ നിന്ന് കൊന്ന ആനയാണ് നമുക്ക് 100% ഒരു പ്രതീക്ഷ ഉണ്ട്. അതുപോലെ തന്നെ ബേഗൂർ ഭാഗത്തുനിന്ന് ഒരാളെ കൊന്നിട്ടുണ്ടായി. ആ ആനയാണ്. വയനാട്ടിലാണ് വീണ്ടും കാട്ടാനയുടെ ശല്യം തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും പ്രദേശവാസികൾ പ്രതികരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുണ്ട്. തൊഴിലാളിക്ക് പരിക്കേറ്റിരിക്കുകയാണ്. കാട്ടിക്കുളത്ത് പുളിമൂട് ഉന്നതിയിലെ രാജുവിന് ഗുരുതര പരിക്കേറ്റിരിക്കുന്നു എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് രാജുവിന് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഗുരുതര പരിക്കേറ്റിട്ടുള്ള രാജുവിനെ എന്തായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങിയാണ് കാട്ടാന ഇപ്പോൾ ആക്രമണം ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണയായ രാത്രികാലങ്ങളിലായിരുന്നു ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങുന്നതെങ്കിൽ ഇപ്പോൾ പകൽ സമയത്തും കാട്ടാന ശല്യം രൂക്ഷമാണെന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ അധികൃതർ ഉടൻ തന്നെ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ പ്രതികരിക്കുന്നത്. പത്തനംതിട്ട മലയാലപ്പുഴ പുതുക്കുളത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. കഴിഞ്ഞ ദിവസവും കാട്ടാനക്കൂട്ടം പ്രദേശത്ത് എത്തിയിരുന്നു. 2 ആനകൾ പ്രദേശത്ത് തുടരുകയാണ്. ഇറങ്ങിപ്പോന്നോ കുഞ്ഞാറ് അച്ഛൻ പിന്നെ ഇതിൽ ഞായറാഴ്ചാൻ്റെ വീടിൻ്റെ അപ്പുറത്തൂടെ അച്ഛൻചാൻ്റെ അകത്തൂടെ ഇറങ്ങി വേണമുണ്ടോ താഴോട്ട് പോവാ. കൊമ്പന 2 കൊമ്പനാ മറ്റേൻ്റെ കൂടെ പോയി. കൊച്ചു കണ്ടില്ലയോ ജോഷ ജോഷ അതിൻ്റെയാണ്. വിളിച്ചു പറയാം അവിടോട്ട് വന്നു. കൂട്ടം തെറ്റി വന്നു. കോഴിക്കോട് കൂരാച്ചുണ്ടൽ വീണ്ടും കാട്ടാന ഇറങ്ങി. മണ്ടോപ്പാറ വരിനാക്കിക്കൽ ബെന്നിയുടെ വീടിന് മുന്നിലാണ് ആന എത്തിയത്. ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങുന്ന കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് ജനങ്ങൾക്ക് ദുരിതം സൃഷ്ടിക്കുകയാണ്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു കാട്ടാന പ്രദേശത്തെത്തിയത്.